പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ MLA അടക്കം 14 പ്രതികൾ കുറ്റക്കാരെന്ന് CBI കോടതി. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷനായി. ശിക്ഷാവിധി ജനുവരി 3 പ്രഖ്യാപിക്കും. കൊലപാതകത്തിൽ പങ്കില്ലെന്നും ഒരുപാട് അനുഭവിച്ച തനിക്ക് മരിച്ചാൽ മതിയെന്നും കേസിലെ 15ാം പ്രതി A. സുരേന്ദ്രൻ എന്ന വിഷ്ണു സുര കോടതിയിൽ പറഞ്ഞു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റം തെളിയിക്കപ്പെട്ടു. 1 മുതൽ 8 വരെയുള്ള പ്രതികളായ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരൻ, പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ CJ സജി, KM സുരേഷ്, K. അനിൽകുമാർ, ജിജിൻ, ശ്രീരാഗ്, A. അശ്വിൻ, സുബിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത്. 10ാം പ്രതി T. രഞ്ജിത്ത്, 14ാം പ്രതി ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയായ K. മണികണ്ഠൻ, 15ാം പ്രതി വിഷ്ണു സുര, 20ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21ാം പ്രതി രാഘവൻ വെളുത്തോളി, 22ാം പ്രതി KV ഭാസ്കരൻ എന്നിവരെ കോടതി കുറ്റക്കാരാണെന്നും കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 4 പേരെയും CBI പ്രതി ചേർത്ത 6 പേരെയും കോടതി വെറുതെ വിട്ടു. നമ്മൾ മാക്സിമം പ്രോസിക്യൂഷന് പറ്റുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ കേസ് നടത്തിയിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. കോടതി സ്റ്റാഫുകളും ബാക്കി അവിടുത്തെ നാട്ടുകാരും സാക്ഷികളും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ബാക്കി ഇനി ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം ബാക്കി ഒപ്പീനിയൻ പറയാം. CBI കെട്ടിപ്പൊക്കിയ കഥ വിശ്വസനീയമല്ലെന്ന് കോടതി പറഞ്ഞെന്നും 15 മുതൽ 19 വരെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയ ഗൂഢാലോചന പൊളിഞ്ഞെന്നും പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ. ഗൂഢാലോചന സംബന്ധിച്ചൊക്കെ CBI കൊട്ടിപ്പൊക്കി കൊണ്ടുവന്ന കഥ വിശ്വസനീയമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിധി കൊണ്ട് നമുക്ക് അർത്ഥമാക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കുറ്റക്കാരല്ല എന്ന് പ്രതികൾ കോടതിയെ അറിയിച്ചു. 15ാം പ്രതി വിഷ്ണു സുര കോടതിയിൽ വികാരാതീതനായി. ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നും വധശിക്ഷ നൽകണമെന്നും പ്രതി കോടതിയെ അറിയിച്ചു. തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ. പ്രതികൾക്കുള്ള ശിക്ഷ ജനുവരി 3 വിധിക്കും. CBI അന്വേഷണത്തെ എതിർത്ത സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ കോടതി വിധി. ഉദുമ മുൻ MLA അടക്കം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ എന്തായിരിക്കും കോടതിയുടെ വിധി എന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.